ചിക്കൻ ബോൺലെസ് ചില്ലി ചിക്കൻ. ഇവിടെ നമ്മുടെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചിക്കൻ മഞ്ചൂരിയൻ കഴിക്കാം. ചില്ലി ചിക്കൻ അടിപൊളിയായിട്ട് എങ്ങനെ പക്കയായിട്ട് അധികം സോസൊന്നും ഇല്ലാണ്ട് പക്ക റെസിപ്പിയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ മാരിനേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു 4 കിലോ ചിക്കന്, ബോൺലെസ് ബ്രസ്റ്റ് ചിക്കന്, 5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഒരു 3, 4, 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഒരു 5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക, 1:1 എന്നുള്ള രീതിയിൽ കേട്ടോ. 1, 2, ഒരു 4 മുട്ട ഇട്ട് കൊടുക്കുക. ഇനി ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് കളർ ചേർക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ കളർ ചേർക്കണം. വേണമെങ്കിൽ നിർബന്ധമില്ല, കുറച്ച് കളർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബോൺലെസ് ബ്രസ്റ്റ് ആണ്. കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ, ഒരു 3 ടേബിൾ സ്പൂൺ. എരിവ് അനുസരിച്ച് ഇതിൻ്റെ ഇങ്ങനത്തെ കുറേ റെസിപ്പീസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ വീഡിയോസ് ഷിപ്പില്ല, കുറേ അടിപൊളി ഡെലിക്കസി ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസുമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റേറിയൻസിന് നമ്മൾ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നുണ്ട്, ചില്ലി മഞ്ചൂരിയൻ. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കണ്ടുപിടിച്ചോ. അതിനുവേണ്ടി നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ നല്ല ചോപ്പായിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന കോളിഫ്ലവർ, ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് ചോപ്പ്ഡ് ഒനിയനാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ക്യാപ്സിക്കം യൂസ് ചെയ്യാം, പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് ഇടാം, ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കിലോ ബേസൻ ഫ്ലവർ, കടലമാവ്, അതുപോലെ തന്നെ കുറച്ച് മൈദമാവും കൂടി ഇടാം. ആ ഒരു 1:1 ഒരു രീതിയിൽ നമുക്ക് മൈദമാവും കടലമാവും കൂടി ഇടാം. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗാർലിക്, കുറച്ച് ജിഞ്ചർ, അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. അപ്പം ഈ ഒരു പരുവായാൽ മതി കേട്ടോ. ഈ ഒരു പരുവം അധികം വെള്ളം ഒഴിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഒനിയനൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പം അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല ഇതിൽ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓനിയൻ ഇട്ട് കൊടുക്കുക, കുറച്ച്. ഈ ഫുള്ള് വെജിറ്റബിൾ നമ്മൾ യൂസ് ചെയ്യണല്ലോ കേട്ടോ, ഇതിൻ്റെ പകുതി യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ചോപ്പിട് ക്യാബേജും കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. ഇത് വെജ് മഞ്ചൂരിയൻ്റെ റെസിപ്പി ആണ് കേട്ടോ, വെജ് മഞ്ചൂരിയൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകം ഇടാം, അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. മഞ്ചൂരിയൻ ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് നിങ്ങൾ യൂസ് ചെയ്യണ വെജിറ്റബിളും നിങ്ങൾ ഇടുന്ന ഇൻഗ്രീഡിയൻസും അനുസരിച്ചിരിക്കും. മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഇതൊരു ചൈനീസ് ഡിഷാണ്, അതുകൊണ്ട് മാറിപ്പോയൊരു സാധനങ്ങളൊക്കെ ഇന്ത്യൻ മസാല പോലെ ആവരുത്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ അങ്ങാട് സോൾട്ട് ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിളിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചമര എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെറിയ ബോണ്ട പൊരിക്കില്ലേ, അതുപോലെയൊക്കെ പൊരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ചെറിയ മണി പോലെ ഇങ്ങനെ ഇത് വറുത്തെടുക്കാം കേട്ടോ. നല്ല ക്ഷമ വേണം, നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഇത് മാത്രം ടൈം എടുക്കുള്ളൂ, സോസൊക്കെ പടയെന്ന് അടിച്ചെടുക്കാം നമുക്ക്. മഞ്ചൂരിയൻ്റെ മഞ്ചൂരിയൻ്റെ വട റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം കേട്ടോ, ഇതിലും കൂടുതൽ വലുതാവാൻ പാടില്ല. നമ്മൾ അത്രയും ചെറുതാക്കി ഇട്ടിട്ടാണ് ഇത്രയും വലുതായത്. ബേക്കിംഗ് പൗഡർ സോഡയൊക്കെ ഇട്ടിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനിടാം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഡിഷസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പറഞ്ഞും പിടിച്ചും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് തീർക്കേണ്ട സാധനം ഞാൻ 1 മണിക്കൂർ കൊണ്ടാണ് തീർക്കുന്നത്. അത്രയും കെയർഫുള്ളായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. അല്ലെങ്കിൽ ഇതൊക്കെ പടപടയെന്ന് ഇപ്പോൾ ഒരു ഡിഷ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പനീറാണ് വൈകിട്ടത്തേക്കുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ പടപടെന്ന് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ക്ഷമയോടെ വറുത്തും പൊരിച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വേണ്ട, ഫ്രൈഡ് റൈസിൻ്റെ സിമ്പിൾ ഫ്രൈഡ് റൈസ് ആണ്, കോംപ്ലിക്കേറ്റഡ് ഫ്രൈഡ് റൈസ് ഒന്നുമില്ല. കടയിൽ ഉണ്ടാക്കണ പോലെ ഇങ്ങനെയൊന്നും കാണിക്കണില്ല. സിമ്പിൾ ഫ്രൈഡ് റൈസ് നമ്മൾ ബസുമതി റൈസ് ഓൾറെഡി പ്രീ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മറ്റേ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ മാത്രമല്ല, ബട്ടർ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്യാൻ പോണത് ഇത്രയും വെജിറ്റബിൾ ആണ്. ക്യാപ്സിക്കം ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഷ്റൂം ഇടാം, അല്ലെങ്കിൽ കോളിഫ്ലവർ ഇടാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഫ്രൈഡ് റൈസിൽ ഇടാം. ബേസിക് ആയിട്ടെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് ബേ ലീഫ് ഇട്ട് കൊടുക്കുക, കുറച്ച് പെരിഞ്ചീരകം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഇട്ട് കൊടുക്കുക, ഒനിയൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്യണം കേട്ടോ എല്ലാം. എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കുക. അധികം വാടാൻ പാടില്ല, ജസ്റ്റ് സോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ കണ്ടാ, ചില്ലി ചിക്കന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഫ്രൈ ചെയ്ത് പൊരിച്ച് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒറ്റയടിക്ക് നടക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഇതെല്ലാം പടയുന്ന റെഡിയാക്കാൻ പറ്റും കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂൺ സോൾട്ട്. നമ്മുടെ കേഡറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ BSc നോട്ടിക്കൽ സയൻസ് പഠിച്ചു വന്ന ചെക്കനാണ്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട്. വീഡിയോ എടുക്കണേ എങ്ങനെ കപ്പലിലോട്ട് ഓഫീസർ റാങ്ക് ലെവലിലോട്ട് വരാമെന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും പോയി കാണുക. പിന്നെ എന്തിനാണ് സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ടിങ് അടിക്കണം കേട്ടോ, ചെക്കൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൈനീസ് മസാലകൾ ചേർക്കാം കേട്ടോ. ഇത് മാഗി ക്യൂബ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ പറ്റും. അപ്പം ഇത് അങ്ങാട് ഇട്ട് കൊടുക്കുക, ഒരു 5 ക്യൂബ്. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അല്ലാണ്ട് അജിനോമോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഷിപ്പിൽ യൂസ് ചെയ്യണേ ഇല്ല. അപ്പം നിങ്ങളുടെ റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു 3 കിലോ റൈസ് ആണെങ്കിൽ ഒരു 5-6 ഇങ്ങനത്തെ മാഗി ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ചൈനീസ് ആ ഫ്ലേവർ വരും, ഫ്രൈഡ് റൈസിൻ്റെ ഫ്ലേവർ വരും. അപ്പം ഇങ്ങനത്തെ ലൈറ്റ് പ്രിസർവേറ്റീവ്സ് ആണ് നമ്മൾ ചേർക്കണത്. ഇത് ചേർത്തില്ലെങ്കിൽ പിന്നെ ഇതിൽ ആ ഒരു വെജിറ്റബിളിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു പഞ്ച്, ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റില്ലേ, മാഗിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അത് ഉണ്ടാവില്ല. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ് കേട്ടോ. അതുപോലെ തന്നെ ലൈറ്റ് സോയാ സോസ്, ഡാർക്ക് സോയാ സോസ് അല്ല, ഡാർക്ക് നല്ല പഞ്ച് വേണമെന്നുള്ളവർക്ക് ഡാർക്ക് സോയാ സോസ് വയ്ക്കാം. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇടണം കേട്ടോ. ഇതെല്ലാം അങ്ങോട്ട് സോട്ട് ആവണം കേട്ടോ. ബട്ടറിലും ഒലിവ് ഓയിലും ഇതങ്ങോട്ട് സോട്ട് ആവണം. ഹോട്ട് സ്വീറ്റ് ചില്ലി സോസ്, ഇതൊരു നിങ്ങളുടെ റൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലേവറിൻ്റെ അനുസരിച്ച്. ഇപ്പം ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തുണ്ട്. ജിഞ്ചർ ഗാർലിക് ചില്ലി സോസ് വേണമെങ്കിൽ ടൊബാസ്കോ സോസും കൂടി ഇടാം. ടൊബാസ്കോ സോസ് തന്നെ സംഭവമുണ്ട്. അത് ഭയങ്കര ഹോട്ട്, ഭയങ്കര പഞ്ചുമാണ്. അത് വേണമെന്നുള്ളവർ ഇട്ടാൽ മതി. ഞാനിവിടെ അത് യൂസ് ചെയ്യണില്ല. ടൊബാസ്കോ സോസ് എന്ന് പറയും, ടൊബാസ്കോ സോസ്. ഇത് ഭയങ്കര പഞ്ചായിരിക്കും. ഇത് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഭയങ്കര സോസിൻ്റെ ആ ഒരു സോസിന് ഇല്ല, നമ്മൾ ചില്ലി സോസ് ഇങ്ങനത്തെ സോസൊക്കെ ഇടുമ്പോൾ, ടൊബാസ്കോക്ക് ഇടുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക എരിവ് വരും. ആ എരിവ് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിന് പകരം എരിവ് കിട്ടാൻ വേണ്ടി നമുക്ക് ഗ്രീൻ ചില്ലി യൂസ് ചെയ്യുക, ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്, ചില്ലി സോസ് യൂസ് ചെയ്തിട്ടുണ്ട്, അത്രയും മതി. ഏറ്റവും അവസാനം കുറച്ച് പഞ്ചസാര ഇടാം, കുറച്ചിട്ടാ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇപ്പോൾ ലാസ്റ്റ് ഇട്ടതില്ലേ റൈസിലോട്ട് പിടിക്കാനാണ് കേട്ടോ. റൈസിലോട്ട് പിടിക്കാനായിട്ട് കുറച്ച് ബട്ടറും കൂടി ഇതിൽ അങ്ങോട്ട് ഡൈലൂട്ട് ആവണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ടാൽ പിന്നെ അടുപ്പത്ത് വെക്കരുത് കേട്ടോ. മെയിൻ റൂൾ നമ്പർ എത്രയെന്ന് അറിയില്ല. സ്പ്രിംഗ് ഓനിയൻ ഇട്ടാൽ നമ്മൾ അടുപ്പത്ത് വെക്കരുത്, നേരെ റൈസിലോട്ട് അങ്ങോട്ട് തട്ടിക്കണം. മതി റൈസ് നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ബസ്മതി റൈസിലേക്ക് കണ്ടാ, ഇത്രയും റൈസിലേക്കാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചേർക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻ്റെ കൂട്ട് മനസ്സിലായില്ലേ. എന്നിട്ട് ഇവനെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുന്ന നല്ലോണം കണ്ടാ, ആ ഒരു കളറും ആ ഒരു ടൊമാറ്റോ ആ സോസിൻ്റെ കളറൊക്കെയാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇവനെ അങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഹോട്ടലിലെ പോലെ ചൈനീസ് കുസീൻ്റെ ആ ഒരു സെക്ഷനിലെ പോലെ വലിയ കടായും അങ്ങനത്തെ വലിയ സംഭവം ഫ്ലാമ്പയും ആ ഒരു ഫയറും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് കപ്പല്ല ഫ്രൈഡ് റൈസ്. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് സുഖമായിട്ട് ഉണ്ടാക്കുക, പിള്ളേർക്ക് കൊടുക്കാവുന്ന സംഭവമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നൈസ് റെസിപ്പിയാണ്, അധികം കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്, നമുക്കൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒരു വേറെ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ഈ ടിൽറ്റിംഗ് പാനിൽ നമ്മൾ ഇതങ്ങോട്ട് വെച്ചാൽ നമുക്ക് ഇത് ദം ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് പ്രഷർ കൊടുത്തിട്ട് ആ ഒരു സോസും കാര്യങ്ങളും ഫ്ലേവറൊക്കെ അതിലോട്ട് പിടിപ്പിക്കാൻ പറ്റും.
അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുവേണ്ടി നമുക്കിത് ഓണാക്കിയിട്ട് ഇതിൽ വെക്കാം. ഒരു അരമണിക്കൂർ ഒരു 150 ഡിഗ്രിയിൽ ഇട്ടാൽ സെറ്റാവും. അതോടെ മൂടി വെക്കാം കേട്ടോ. അപ്പം മച്ചന്മാരെ നമ്മ ഇനി ചെയ്യാൻ പോണത് ചില്ലി ചിക്കൻ്റെയും മഞ്ചൂരിയൻ്റെയും ഗ്രേവി അടിക്കാൻ പോവാണ്. സെയിം ഗ്രേവിയാണ്. അപ്പം അതിൽ ആ സെയിം ഗ്രേവി തന്നെ നമ്മൾ അങ്ങോട്ട് മാറ്റുമെന്നുള്ളൂ. അപ്പം നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയുള്ള ഇതൊക്കെ നമ്മുടെ അസിസ്റ്റൻറ്റ് കട്ട് ചെയ്ത് തരും കേട്ടോ. അടിപൊളി പയ്യനാണ്. ഇതൊക്കെ അവൻ കട്ട് ചെയ്ത് പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വേണം നമുക്ക് അതെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കിംഗ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിലർ സിസമി ഓയിലൊക്കെ യൂസ് ചെയ്യും. നമുക്കിവിടെ ഒലിവ് ഓയിലും ബട്ടറും യൂസ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി റിച്ചാണ്, നല്ല ഫ്ലേവറാണ്. ബട്ടർ യൂസ് ചെയ്യുക. ബട്ടർ മാത്രം യൂസ് ചെയ്യരുത്. ബട്ടർ മാത്രം യൂസ് ചെയ്ത് ഇത് കരിഞ്ഞ അടി പിടിച്ച് ഓവർ ഹീറ്റായി പിന്നെ വേറൊരു ഫ്ലേവർ ആവും, പിന്നെ എല്ലാം കപ്പൂത്താവും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പൊളി സാധനങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി. പേരിന് ബ്ലാക്ക് പെപ്പർ ഗാർലിക്ക് കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ. ഗാർലിക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടു. ജിഞ്ചറും ഇട്ടോ. പിന്നെ കടുവറ തന്നെ വറുത്ത് കൊടുക്കുക. ചിക്കൻ ഇനിയുണ്ട് കേട്ടോ. 2 പ്രാവശ്യം കൂടി വറക്കാണ്ട്. അപ്പോൾ നമുക്ക് ഈ സോസ് റെഡി ആവാനേക്കാൾ മുമ്പ് നമുക്ക് ചിക്കൻ്റെ പരിപാടി തീർക്കണം. ചോപ്പിട അനിയനൊന്ന് സോട്ടായിട്ട് വേണം ഇതൊക്കെ ഇടാൻ കേട്ടോ. ഇതിൽ എരിവിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന സംഭവം ചില്ലി ഫ്ലേക്സ് എന്ന് പറയും. ഈ ചൈനീസ് ഡിഷിൽ മെയിനായിട്ട് ചില്ലി ചിക്കനിലൊക്കെ ചില്ലി ഫ്ലേക്സ് ചേർക്കും കേട്ടോ. കപ്പലിലെ ചില്ലി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റിയ സംഭവമാണ് ഗ്രീൻ ചില്ലി, എരിവിന് വേണ്ടി കേട്ടോ. ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചില്ലി ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവനൊന്നൊരു സോട്ടാവണം കേട്ടോ. ഇത് ടൊമാറ്റോ ഇടണം. ടൊമാറ്റോ ഇപ്പം ഇടരുത് കേട്ടോ. ടൊമാറ്റോ ഇപ്പിട്ടാൽ ഉടഞ്ഞു പോകും. ടൊമാറ്റോ കാണണം ശരിക്കും. അപ്പം ഇത് ഇത്രയും 2 ഗ്രേവിക്കുള്ള ചില്ലി ചിക്കൻ്റെ കൂട്ടാണ്ടത്. 2 ഗ്രേവിക്കുള്ള ചില്ലി ചിക്കൻ്റെ കൂട്ടാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത്തരം സാധനങ്ങളൊന്നും സോട്ടാൻ വേണ്ടി. അപ്പം കപ്പലിൽ ഇതുപോലത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്വയം ഹാപ്പിനെസ് കണ്ടെത്തുക. അത് മാത്രമേ ഉള്ളൂ ഈ മർച്ചൻ്റ് നേവി ലൈഫിലെ കപ്പലിലെ കാര്യങ്ങളെന്ന് വെച്ചാൽ. എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ. ഒരു ദിവസം പോലും ഡ്യൂട്ടിക്ക് പോകാണ്ടിരിക്കാൻ ഇവിടെ ആയിരിക്കും പറ്റൂല കേട്ടോ ഒഫീഷ്യലി. പിന്നെ അത്രക്ക് എന്താ പറയുക, എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയാലോ അസുഖം പറ്റിയാലോ മാത്രമേ നമുക്ക് ഒരു ദിവസം ലീവെങ്കിലും കിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച എനിക്ക് പനിയായിരുന്നു. ഒരു ദിവസമാണ് ഞാൻ ലീവ് എടുത്തത്. എന്ന് വെച്ചാൽ ഒട്ടും വയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയുള്ള ഒരു പാരസിറ്റമോളും ഒരു ആൻറ്റിബയോട്ടിക്കും മാത്രമാണ്. ആങ്കറിലായിരുന്നു കിടന്നു വെച്ചത്. എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്കൊന്ന് ഡോക്ടറിൻ്റെ പോകാൻ പോലും ഇവിടെ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടൊക്കെ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ആയിരിക്കണോണ്ട് നമ്മൾ ഇവിടെ വന്നത്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു പനി പിടിച്ചാൽ അപ്പം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ മരുന്ന് കഴിക്കുക മാറ്റുക. പക്ഷേ ഇവിടെ അത് പറ്റൂല. ഇവിടെ ആ പനിയും വെച്ച് നമ്മ പണിയെടുക്കണം. മാക്സിമം പനി വന്നാൽ ഞാൻ ചീഫ് കുക്കുമാരി മാക്സിമം ഈ ഫുഡിൻ്റെ കാര്യങ്ങളിലോട്ട് ഒഴിവാവാൻ നോക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിലൂടെ മറ്റുള്ളവർക്കും പനിയാവാം. പിന്നെ കപ്പൽ പിന്നെ ഓടിക്കാൻ പറ്റൂല. കോടികളെ നഷ്ടമാണ് വേണ്ടത്, നിസ്സാര സംഭവങ്ങളല്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ അത്രക്ക് ഹൈജീനിക്കായിട്ടും അത്രക്ക് സേഫായിട്ടും കാര്യങ്ങളൊക്കെ പോണത്. ഇവിടെ നല്ല ചൂടാണ് വെച്ചാൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് അമൂലിൻ്റെ മസ്തി എന്താണെന്നറിയും, മോര്, നല്ല മസാല മോരില്ലേ ഇതുപോലെ പാക്കറ്റിൽ വരും. അപ്പം ഇതൊക്കെ കുടിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, കുക്ക് ചെയ്യാൻ. അപ്പം കുടിക്കൂ അമൂൽ മസ്തി. അപ്പം നല്ല മോരാണ്, നല്ല മോരാണ്. അപ്പം ജേസ് ഈ കുക്കിൻ്റെ ഇടയിൽ ഇത്രയും ചൂടിൻ്റെ ഇടയിൽ നല്ല തണുത്ത മോര് കുടിച്ച് എങ്ങനെയുണ്ടാവും മച്ചന്മാരെ. ഇവിടെ ഇതൊക്കെ കിട്ടൂടാ സ്റ്റോറിൽ അമൂൽ മസ്തി. ഇതിൻ്റെ ലസ്സിയുടെ തന്നെ പല മാംഗോ ഫ്ലേവർ ഇഷ്ടംമാതിരി സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്തും അമിതമായി കിട്ടിയാൽ വാരിക്കൂരി യൂസ് ചെയ്യരുത് കേട്ടോ. കപ്പലിൽ ഇതുപോലത്തെ ഇഷ്ടംമാരെ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ വയറും കൂടിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക, ഡയറ്റ് കൺട്രോൾ ചെയ്യുക. എല്ലാ ദിവസവും നോൺ വെജാണ് നമ്മുടെ വീട്ടിൽ. ഓക്കെ നോൺ വെജ് ഉണ്ടാവും, എന്നാലും മീനും മട്ടനും ചിക്കനും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം കുറച്ച് കഴിക്കും. ലഞ്ച് മാത്രമേ കഴിക്കുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറച്ച് കഴിക്കും. എന്നിട്ട് ഡിന്നർ സ്കിപ്പ് ചെയ്യും മാക്സിമം. കുറച്ച് ഒരു ബോളിലൊക്കെ കോരി കഴിക്കേണ്ട രീതിയിലാക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആവും, വെയിറ്റ് കൂടുന്നുണ്ട്, അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടെ.
തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വാടിക്കഴിഞ്ഞാൽ പടപടാതെ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത പരിപാടി പറഞ്ഞുതരാം. കുരുമുളക് പൊടി, സോയാ സോസ് ഒരു 250 മില്ലി അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ട്, അതുകൊണ്ടാണ്. ഇത് 2 മഞ്ചൂരിയനും ചില്ലി ചിക്കനും കൂടി ഉള്ളതുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും. എന്താണ് പുതിയ ന്യൂസ് എന്ന്? നമ്മുടെ മാഗി ക്യൂബ്സ് ഇല്ലേ, ആയിട്ട് കൊടുക്കാം. മെയിനായിട്ട് ചൈനീസ് ഡിഷിൻ്റെ മെയിൻ രഹസ്യങ്ങൾ ഹോട്ടലിൽ ഇതൊക്കെ തന്നെയായിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ കാണിക്കണം എന്നുള്ളൂ, ഞാൻ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി അതിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇത് ഹോട്ടലിൽ തന്നെ യൂസ് ചെയ്യണ സംഭവമാണ്. അപ്പോൾ ഈ മാഗി ക്യൂബ്സ് അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ചിലവരിടും, ചിലവർ വേറെ പല കാര്യങ്ങളൊക്കെ ഇടും, അജിനോമോട്ടോക്കെ ഇടും. നമ്മൾ അതൊന്നും ഇടാറില്ല കേട്ടോ. ഞാൻ ലൈഫിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അജിനോമോട്ടോ. അപ്പോൾ അതേ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാനും കഴിക്കേണ്ടതാണ്, നമ്മുടെ പിള്ളേരും കഴിക്കേണ്ടതാണ്. നമ്മൾ വീട്ടിലിടോ, വീട്ടിൽ അമ്മക്ക് ഉണ്ടാക്കി കൊടുക്കും, ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും, കൊച്ചുണ്ടാക്കി കൊടുക്കും അജിനോമോട്ടോ ഒക്കെ ഇട്ടിട്ട്. അതുപോലെയൊക്കെ തന്നെ ചിന്തിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ്. അപ്പോൾ ഗാർലിക് ചില്ലി സോസ് പഞ്ച് കിട്ടാണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ്. ഇത്രയും സോസ് വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കാം കേട്ടോ. കണ്ടാ അപ്പോൾ കളറ് വന്നുണ്ട്, കളറ് ചില്ലി ചിക്കനിൽ. അപ്പോൾ ഇതിൽ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി, വേറെ ഒന്നും ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം അധികം ഒഴിച്ചു കൊടുക്കരുത്, ഗ്രേവിക്ക് വേണ്ടി മാത്രം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളക്കുമ്പോൾ പിന്നെയും കട്ടിയാവും കേട്ടോ സോസിൽ. അതാണ് അത്രയും സോസ് ഒഴിച്ചത്, ഇതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിക്കാനുണ്ട്, അതുകൊണ്ടാണ് അത്രയും സോസ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഇനി ഇതിൽ ഉപ്പിടണ്ടാവും, ഒന്നും ഇടണ്ട കേട്ടോ, എല്ലാം പക്കിയായിരിക്കും. ഇത് ഏറ്റവും അവസാനം നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ വയ്ക്കുക, എന്നിട്ട് തിക്കാക്കാം. അപ്പോൾ ഇതിലേക്ക് ഫൈനൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളക്കണ്ട, ഇതിങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതേ സ്പ്രിംഗ് ഒനിയനും കൂടി അങ്ങോട്ട് ഇടാം. ഇനി നമുക്ക് മഞ്ചൂരിയനിലോട്ടുള്ള ആ ഗ്രേവി അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഉപ്പും ഇനിയും ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഉപ്പും എല്ലാം മാറാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് നമ്മ ആ ചിക്കനും ആ മഞ്ചൂരിയ ഇടുമ്പോൾ ഇതിൻ്റെ ഗ്രേവി ഉപ്പും കാര്യങ്ങളൊക്കെ അതുമ്മ കയറി പിടിക്കും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ആവും, ബാലൻസ് ആവും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മഞ്ചൂരിയൻ നമ്മൾ വറുത്ത് വെച്ച മഞ്ചൂരിയൻ അങ്ങാടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് തിളപ്പിക്കരുത് കേട്ടോ, ഇത് തിളപ്പിച്ചാൽ തീർന്ന്. പിന്നെ ആവശ്യത്തിന് ഗ്രേവി ഒഴിച്ചങ്ങോട്ട് കൊടുക്കാൻ മച്ചന്മാരെ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതേ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്, മഞ്ചൂരിയനും വെജ് മഞ്ചൂരിയനും റെഡി ആയിട്ടുണ്ട്, ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ അല്ലേ, ഈസി അല്ലേ, പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സിമ്പിളായിട്ട് ആൾക്കാർ ഉണ്ടാക്കി പഠിക്കട്ടെ. കഴിച്ച് നമ്മുടെ ഷിപ്പിലെ റെസിപ്പീസ്, സിമ്പിൾ റെസിപ്പീസ് ഹോട്ടലിലെ നമ്മൾ ഇതൊക്കെ ഹോട്ടലിൽ നോക്കുമ്പോൾ ഭയങ്കര പാടാണ് ഇതൊക്കെ ഉണ്ടാക്കാനെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ ഇത്ര ഉള്ളൂ, സിമ്പിളാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ എന്താ, അപ്പോൾ ഇത് ബാലൻസ് ആയി, ഇത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചൂടോടെ നമ്മുടെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചിക്കൻ മഞ്ചൂരിയൻ കഴിക്കാം. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ വിനീഗർ ഒനിയൻ സലാഡ് ഉണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ മഞ്ചൂരിയൻ നല്ല ഈ ഗ്രേവി കിടന്നിട്ട് അങ്ങോട്ട് തുള്ളുകയാണ് കേട്ടോ. അപ്പം ഇതും പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചന്മാര് നമ്മുടെ ചീഫ് ഓഫീസർ ഇരുന്ന് കഴിക്കാനുണ്ട്. Today special Chinese with chicken Manchurian and veg Manchurian. I tried this, tangy and crunchy. I'll just try this in front of you. This is soft, evenly cooked inside out. You can feel it and it melts in your mouth. One more thing. Actually, which was your favorite food what I made before? Yesterday what you made, that mango curry. Yeah. That was one of the very good. The rest I know you are making good food, no doubt. അപ്പം ഗൈസ് നോക്ക് ഗൈസ്, ഇത് കണ്ട എന്താണ് നമ്മുടെ സിമ്പിൾ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. ദേ നമ്മുടെ മഞ്ചൂരിയൻ, വെജ് മഞ്ചൂരിയൻ കണ്ട. ഇത് നമ്മുടെ കുട്ടപ്പനായിട്ട് വലുതായി വറുത്തപ്പോൾ ചെറുതായിരുന്നില്ലേ, ഇത് സോസിലിട്ടപ്പോൾ വലുതായി വന്നേണ്ട.
അപ്പോൾ ഇവനിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ടേസ്റ്റിങ്. ആ ഉള്ളതുകൊണ്ടാണ് അടിപൊളിയായിട്ട് പ്രോപ്പറായിട്ട് വെന്തിരിക്കുന്നുണ്ട്. അപ്പം ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ അതെ നമ്മുടെ സിമ്പിള് നല്ല ഫ്ലേവറുള്ള അധികം സോസുകളും കാര്യങ്ങളും ഇല്ലാത്ത ഫ്രൈഡ് റൈസ്. ഇതേ ചിക്കൻ ബോൺലെസ് ചില്ലി ചിക്കൻ നമ്മുടെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അടിപൊളി സിമ്പിളായിട്ടുള്ള ചില്ലി ചിക്കനും ഗോബി മഞ്ചൂരിയനും പിന്നെ ഇത്തിരി തൈരും ദേ ആ ഒരു മുട്ട ഇങ്ങനെ വെച്ചിട്ടുള്ളേ ഈ തൈരും കൂടി കൂട്ടിയിട്ട് ദേ നമ്മുടെ ഒനിയൻ സലാഡുണ്ട്. അത് ഇതുപോലത്തെ അടിപൊളി കൂട്ടുകളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കടലൊക്കെ നോക്കിയിരുന്നിട്ട് കഴിക്കില്ല ഇങ്ങനെ കഴിക്കാനല്ലേ അടിപൊളിയാണ്. ഇതേവിടെ കപ്പൽ വേണം, ഇതേ കപ്പൽ വേണം. അപ്പം ഈ കപ്പല്ല ചീഫ് കുക്കിൻ്റെ അടിപൊളി റെസിപ്പീസിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ അടിപൊളി ഡിഷസ് നമ്മുടെ കപ്പലിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ റെസിപ്പി സിമ്പിളാണ്. അപ്പം ഇത് ഫുൾ അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടാ അടിപൊളി. ഇവിടെ വന്നിരുന്ന് ഫുൾ അതിന് തിന്നും. അപ്പോൾ